പിങ്ക് വാട്സപ്പ് അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും പിങ്ക് വാട്സപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടിപ്പോൾ ഒരു അറിവുണ്ടാവാം, ധാരണയുണ്ടാവാം. ഇനി പിങ്ക് വാട്സപ്പിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ചിലരെങ്കിലും നമുക്കിടയിലുണ്ടാവാം. അങ്ങനെയുള്ളവരുടെ ശ്രദ്ധയ്ക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് നമ്മുടെ വാട്സപ്പിലേക്ക് ചിലപ്പോൾ ഒരു പിങ്ക് കളറിലുള്ള വാട്സപ്പിൻ്റെ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ ഒരു ലിങ്കും ഒക്കെ ആയിട്ട് ചില മെസ്സേജുകൾ വന്നിട്ടുണ്ടാവാം. നിരവധി പേര് ഈ പിങ്ക് വാട്സപ്പിൻ്റെ ലിങ്ക് പലർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിലവിലെ വാട്സപ്പ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കളയാം, ഇനി മുതൽ പിങ്ക് വാട്സപ്പിലേക്ക് പോകാമെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കരുത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യരുത്, ആർക്കും അത് ഫോർവേഡ് ചെയ്യുകയും ചെയ്യരുത്. അത് ഹാക്കർമാരുടെ പുതിയൊരു തട്ടിപ്പ് രീതിയാണ്. നമ്മൾ അറിയാതെ എങ്ങാനും ഈ ലിങ്കിൽ, ഈ പിങ്ക് വാട്സപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളൊരു APK ഫയൽ പോലെ ഒരു സംഭവം ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായി വരാറുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സകല ഡാറ്റയും ഹാക്കർമാരുടെ കയ്യിലെത്തും എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ കൂടുതലും മൊബൈൽ ബാങ്കിങ് ഒക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ബാങ്കിങ് ഡീറ്റെയിൽസ് അടക്കമുള്ള സർവ്വ കാര്യങ്ങളും ഹാക്കർമാരുടെ കയ്യിലിരിക്കും. നമ്മുടെ പണം മിനിറ്റുകൾക്കകം നഷ്ടപ്പെടും. പിന്നെ നമ്മുടെ ഫോണിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വ്യക്തിഗത വിവരങ്ങളടക്കം എല്ലാ കാര്യങ്ങളും ഹാക്കർമാരുടെ കയ്യിൽ അകപ്പെട്ടാൽ പിന്നത്തെ കാര്യം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് പിങ്ക് വാട്സപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന മെസ്സേജുകൾ, ലിങ്കുകൾ ഒരു കാരണവശാലും ഫോർവേഡ് ചെയ്യരുത്, അതിൽ ക്ലിക്ക് ചെയ്യരുത്. ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട പുതിയ രീതിയാണത്, കരുതിയിരിക്കുക.